ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ കർമ്മ ഈസ് എ ബൂമറാങ്. സത്യം പറഞ്ഞാൽ നമ്മളെ ജിൻഡോയുടെ വിഷയത്തിൽ അതിപ്പോൾ നടന്നിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജിൻഡോ പവർ ടീമിലിരിക്കുമ്പോൾ ജിൻഡോയ്ക്ക് പുല്ല് വിലയാണ് പവർ ടീമിലുണ്ടായിരുന്ന മറ്റ് രണ്ട് മത്സരാർത്ഥികളും അതുപോലെ തന്നെ മറ്റ് ടീമിലുണ്ടായിരുന്ന കണ്ടസ്റ്റൻസും ഒക്കെ കൊടുത്തിരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. കാരണം അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളെയോ ഒന്നും തന്നെ മാനിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻസ് ഒന്നും തന്നെ ആരും വില കൊടുത്തിരുന്നില്ല എന്ന് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ ഉള്ളൊരു മറുപടി ആയിട്ട് അതേ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ള ബിഗ് ബോസ് ടീം, അതായത് ബിഗ് ബോസിലെ പവർ ടീം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എങ്ങനെയാണ് ജിൻഡോയെ അവർ ട്രീറ്റ് ചെയ്തത്, അതേ രീതിയിലാണ് ഇപ്പോൾ അവരുടെ ഓരോ തീരുമാനങ്ങൾക്കും മറ്റ് കണ്ടസ്റ്റൻസ് റിയാക്ട് ചെയ്യുന്നത്. പവർ ടീമിന് പവർ പോയിട്ട് 5 പൈസയുടെ വില പോലും കൽപ്പിക്കുന്നില്ല അവിടുത്തെ പല മത്സരാർത്ഥികളും. അതിന് കാരണം അവരുടെ ഡിസിഷൻ മേക്കിംഗ് തന്നെയാണ്. ഞങ്ങൾ സർവാധികാരത്തിലാണ്, ഞങ്ങൾ തീരുമാനിക്കും നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള പവർ മിസ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള അവരുടെ തീരുമാനങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിലേക്ക് മാറിപ്പോയത്. സത്യം പറഞ്ഞാൽ അൻഷിബ ഒക്കെ സത്യം പറഞ്ഞാൽ വളരെ സൈലൻ്റായി മുമ്പോട്ട് പോയിരുന്ന വ്യക്തികളായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ. അൻഷിബ പോലും പൊട്ടിത്തെറിച്ച് പവർ ടീമിനെതിരെ സംസാരിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ കണ്ടിരുന്നു. എന്തായാലും അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് കർമ്മ ഈസ് എ ബൂമറാങ്. എന്താണോ നിങ്ങൾ ജിൻഡോ എന്നൊരു മത്സരാർത്ഥിയോട് അദ്ദേഹം പവർ ടീമിലുണ്ടായിരുന്നപ്പോൾ കാണിച്ചത്, അതേ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ നിങ്ങൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു കാര്യമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയേണ്ടത്. സോ ഒരു ചെറിയ വീഡിയോ ആണ്. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.